സർവകലാശാല രജിസ്ട്രാർ വീണ്ടും ചുമതല ഏറ്റെടുത്തതോടെ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. KS അനിൽകുമാർ രജിസ്ട്രാറായി ചുമതല ഏറ്റെടുത്ത സംഭവത്തിൽ താൽക്കാലിക VC സിസ തോമസ് പി ഹരികുമാറിനോട് വിശദീകരണം തേടിയിരുന്നു. ഈ നടപടിയിൽ വിശദീകരണം നൽകാൻ 2 ആഴ്ച സാവകാശവും ജോയിന്റ് രജിസ്ട്രാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ചേർന്നു. ഹാൻസ്, സിൻഡിക്കേറ്റ് ഈ സസ്പെൻഷൻ പിൻവലിച്ചതോടെ രജിസ്ട്രാറായി വീണ്ടും ചുമതല ഏറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാകും നടപടികളൊക്കെ മുന്നോട്ട് പോകുക? എന്താണ് വിവരങ്ങൾ? സേതു, കാര്യങ്ങൾ വീണ്ടും സങ്കീർണമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് തനിക്കെതിരെ നടപടി ഉണ്ടായേക്കാം. വൈസ് ചാൻസലറായിട്ടുള്ള സിസ തോമസിൻ്റെ ഭാഗത്തു നിന്ന് തനിക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തി തന്നെയാണ് ഇപ്പോൾ ജോയിൻറ്റ് രജിസ്ട്രാറായിട്ടുള്ള പി ഹരികുമാർ ഇപ്പോൾ അവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി താൻ പിരിച്ചുവിട്ട സിൻഡിക്കേറ്റ് യോഗത്തിൽ താൽക്കാലിക രജിസ്ട്രാറായിട്ടുള്ള പി ഹരികുമാർ പങ്കെടുക്കുകയും അതിനോടൊപ്പം തന്നെ സിൻഡിക്കേറ്റിൻ്റെ അനുവാദ പ്രകാരം ഇന്നലെ വൈകിട്ടോടെ സർവകലാശാല രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ ആസ്ഥാനത്തെത്തി ചുമതലയേൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പി ഹരികുമാറിനോട് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ സിസ തോമസ് വിശദീകരണം തേടിയിരുന്നു. ഈ വിശദീകരണം നൽകുന്നതിൽ 2 ആഴ്ചത്തെ ഒരു സാവകാശവും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ 2 ആഴ്ച കാലം അദ്ദേഹം അവധിയിലായിരിക്കും. ഇതിനുശേഷം ഇത്തരത്തിൽ വിശദീകരണം നൽകാനാണ് നിലവിൽ പി ഹരികുമാറിൻ്റെ തീരുമാനം. പക്ഷേ ഇത് വൈസ് ചാൻസലർ ഏത് രീതിയിൽ ഈ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ചോദ്യചിഹ്നം. സ്വാഭാവികമായിട്ടും പി ഹരികുമാറിനെതിരെ ഇനി നടപടി ഉണ്ടാവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം ഇന്നലെ വിശദീകരണം ആവശ്യപ്പെട്ട കുറിപ്പിൽ തന്നെ സിസ തോമസ് വ്യക്തമാക്കിയിരുന്നു, ഏതെങ്കിലും രീതിയിൽ ഇന്ന് 9 മണിക്ക് മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തരുന്നതിൽ വീഴ്ചയുണ്ടായാൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും അതിനോടൊപ്പം തന്നെ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെങ്കിലും നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിനോടൊപ്പം തന്നെ പ്രാഥമികമായി സിസ തോമസിന് ലഭിച്ച വിവരമനുസരിച്ച് പി ഹരികുമാർ ചട്ടലംഘനം നടത്തിയെന്നാണ്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ്. സർവകലാശാല രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാർ അല്പസമയത്തിനുള്ളിൽ തന്നെ സർവകലാശാല ആസ്ഥാനത്തെത്തും. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഓക്കെ ഹാൻസ്, സർവകലാശാലയിലെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടുകൂടി വരികയാണ്. ഇനിയിപ്പോൾ കോടതിയിൽ ഇതിപ്പോൾ ഇന്നെത്തുമ്പോൾ ഇനി അവിടെ എന്തൊക്കെ കോലാഹലങ്ങൾ നടക്കുമോ, എന്തൊക്കെ കാര്യങ്ങളാവും കോടതി പറയുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇന്ന് അറിയാൻ കഴിയും. ഇപ്പോൾ ഹാൻസ് ആണ് നിലവിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.